പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദ്യരായ വൈദിക സഹോദരന്മാരെ, ഉയർപ്പിന് ശേഷം 5-ാം ഞായർ നമ്മുടെ ഈ പരമ്പരയിലെ 29-ാമത്തെ എപ്പിസോഡാണിത്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദൈവദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെ ഉള്ള വാക്യങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ധാരയ്ക്കുമോ. അടുത്ത വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുനാളാണ്. യേശു ഭൂമിയിൽ നിന്ന് ശിഷ്യരോട് വേർപെടുന്നതിന് മുമ്പ് സാവധാനം യേശു അവരെ ഒരുക്കുകയാണ്. അധ്യാപനത്തിൻ്റെ മെത്തഡോളജിയിൽ ഒരു ഗുരു ശിഷ്യനോട് ചോദിക്കാം, അല്ലെങ്കിൽ ശിഷ്യർക്ക് ഗുരുവിനോട് ചോദിക്കാം. ശിഷ്യരുടെ പ്രയാസം മനസ്സിലാക്കി ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ ഗുരുവിന് വിശദീകരിക്കാം. റബീനിക് സാഹിത്യത്തിൽ അതിന് ഉദാഹരണമായ ഒരു കഥയുണ്ട്. ഒരു ഗുരു ശിഷ്യരോട് ചോദിക്കുന്നു, എപ്പോഴാണ് പ്രഭാതമാകുന്നത്? ശിഷ്യന്മാർ തലപോഞ്ഞ് ആലോചിക്കുന്നു. ഒരുത്തൻ പറയുന്നു, ദൂരെ നിൽക്കുന്ന ഒരു പനമരം കാണാറാകുമ്പോൾ പ്രഭാതമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗുരു രണ്ടാമത്തെ ശിഷ്യനോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താണ്? ആ ശിഷ്യൻ പറഞ്ഞു,
വയലിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കച്ചിത്തുറു കാണാൻ സാധിക്കുമ്പോൾ പ്രഭാതമായി എന്ന് നമുക്ക് മനസ്സിലാവും. ഗുരു പറഞ്ഞു, ഇത് രണ്ടുമല്ല, ഞാൻ ദൂരെ നിൽക്കുന്ന എന്തെങ്കിലും വലിയ സാധനങ്ങൾ കാണുന്നതിലല്ല പ്രഭാതമാകുന്നത്. നിന്റെ അടുത്ത് നിൽക്കുന്ന നിന്റെ സഹോദരൻ്റെ മുഖം നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് പ്രഭാതമാകുന്നത്. ഇത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കർത്താവായ യേശു മിശിഹ പല പ്രാവശ്യം അവരോട് പറഞ്ഞ അല്പസമയം അല്പസമയം അല്പസമയം. ഈ ശിഷ്യന്മാർക്ക് ഈ അല്പസമയത്തിൻ്റെ കാര്യം ഒട്ടും മനസ്സിലായില്ല. എ ലിറ്റിൽ വൈൽ, ആ ലിറ്റിൽ വൈൽ എത്ര ലോങ് ആണ്? കർത്താവായ യേശു മിശിഹായുടെ വരവിനും പോക്കിനും, അതായത് ജനനത്തിനും സ്വർഗാരോഹണത്തിനിടയിൽ ഈ അല്പസമയം നമ്മളെ സംബന്ധിച്ച് പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു കാലമാണ്. പീഡാനുഭവത്തിന് തൊട്ടു മുമ്പുള്ള യേശുവിൻ്റെ ഒരു വിടവാങ്ങലാണിത്. അതുകൊണ്ട് പീഡാനുഭവം, മരണം, കുറച്ച് സമയത്തേക്ക് ശിഷ്യന്മാർക്ക് യേശുവിനെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും യേശു അവർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷനായി. 40 ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അതും ഒരു ലിറ്റിൽ വൈലാണ്. ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ക്രിസ്തു ശിഷ്യരെ കാത്തിരിക്കുകയാണ്. അത് ലിറ്റിൽ വൈലാകാം, ലോങ് വൈലാകാം. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ തലപുകഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും കർത്താവും ശിഷ്യന്മാരും ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള കാലത്തെക്കുറിച്ച് അവിടെയും പറഞ്ഞിരിക്കുന്ന ലിറ്റിൽ വൈൽ എന്ന് മാത്രമേ ഉള്ളൂ. അത് വർഷങ്ങളുടെ ആധിക്യമല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ ഉള്ള ഒരു കാലമാണ്. നമ്മെ സംബന്ധിച്ച് ഈ സ്വല്പനേരത്തേക്കുള്ള ഈ വേർപാട് ശിഷ്യന്മാരുടെ മനസ്സിൽ വലിയ ദുഃഖമുണ്ടാകുമെന്ന് യേശു അങ്ങോട്ട് പറയുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കുകൾ എല്ലാം തന്നെ ആവർത്തന സ്വഭാവമുള്ളതാണ്. കൂടുതൽ ആവർത്തിക്കും തോറും ആ വേദനയുടെ ഇൻറ്റൻസിറ്റി കാണിക്കുന്നതാണ്. ക്ലായിയോ ഗ്രീക്ക് വാക്ക്, ടു വീപ്പ്. ത്രനേയോ, അതും ടു ലമന്റ്. ലുപ്പയോ, ടു ഗെറ്റ് സാഡൻഡ്. ഇത് ഒന്നിനു പുറകെ ഒന്നായിട്ട് യേശു ഉപയോഗിച്ചിരിക്കുകയാണ്. യു വിൽ വീപ്പ് ആൻഡ് മോൺ ആൻഡ് യു വിൽ ബി സാഡൻഡ്. അപ്പോൾ ശിഷ്യന്മാരുടെ ഭാഗത്ത് വലിയ ദുഃഖം, വിലാപം, സങ്കടം ഇതൊക്കെയാണ്. എന്നാൽ യേശുവിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷത്തിൻ്റെ കാലമാണ്. കാരണം അവരുടെ ഒരു മാനസിക ശത്രു കൊല്ലപ്പെട്ടു, അടക്കപ്പെട്ടു, അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ക്രിസ്തു വിരോധികൾക്ക് തോന്നുകയാണ്. അത് ഒരുപക്ഷെ യഹൂദരാകാം, റോമക്കാരാകാം, ലോകപ്രകാരം ജീവിക്കുന്നവരാകാം. ഓരോ പ്രവാചകനും ലോകത്തിന് ഒരു വെല്ലുവിളിയാണ്. ലോകത്തിൻ്റെ കണ്ണിൽ ഒരു കരടാണ് ഒരു പ്രവാചകൻ. വെറുതെ ഓർത്തു നോക്കുക, ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെയും പത്നി ജസബൽ രാജ്ഞിയുടെയും ശത്രുവായി. സ്നാപക യോഹന്നാൻ ഹെറോദേസിൻ്റെയും ഭാര്യ ഹെറോദിയായുടെയും ശത്രുവായി. അങ്ങനെ ഓരോ കാലത്ത് പ്രവാചകന്മാർ എഴുന്നേറ്റ് വന്നു. പല വിപ്ലവകാരികൾ
ഓർത്തു നോക്കുക, അപ്പസ്തോല പ്രവർത്തികളിൽ 5-ാം അധ്യായത്തിൽ ഗമാലിയേലിൻ്റെ ഒരു ഇടപെടലുണ്ട്. ശിഷ്യരെ പ്രസംഗത്തിൽ നിന്ന് വിലക്കണോ വേണ്ടായോ? ഗമാലിയേൽ ഇടപെട്ടിട്ട് പറഞ്ഞു, സൂക്ഷിച്ചു വേണം അവരെ വിരോധിക്കുവാൻ. അവർ പ്രസംഗിക്കുന്ന പുതിയ പ്രസ്ഥാനം ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. ദൈവത്തിൽ നിന്നല്ലാത്ത പലരും വന്നു, അവര് ഉടനടി തിരോഭവിച്ചു. ഒരു തെവുദാസ് എന്ന് പറയുന്ന ഒരാൾ 400 പേരുടെ കുട്ടിപ്പട്ടാളവുമായിട്ട് രംഗപ്രവേശം ചെയ്തു. റോമക്കാർ അവനെയും അനുയായികളെയും കൊന്നുകളഞ്ഞു. ഗലീലിയനായ യൂദാസ് ഇതുപോലെ തന്നെ വിപ്ലവം നയിച്ചു, അവനും കൊല്ലപ്പെട്ടു. അങ്ങനെ യൂദാസ് മക്കബേയുസ്, സീമോൻ ബാർ കൊഹ്ബ മുതലായിട്ടുള്ള എല്ലാ വിപ്ലവകാരികളെയും ഉടനടി തുടച്ച് മാറ്റുവാനായിട്ട് യഹൂദന്മാരും അവരോടൊപ്പം റോമക്കാരും പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ദൈവരാജ്യത്തിനും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും താൽക്കാലികമായ വിജയം സന്തോഷമാണ്. അതേസമയം യേശുവിൻ്റെ ശിഷ്യരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി കാത്തിരുന്നേ പറ്റൂ. യേശു പറയുന്നു, ഇവിടെ ശിഷ്യന്മാരുടെ സങ്കടം വലിയ സന്തോഷമായി രൂപാന്തരപ്പെടുവാൻ പോവുകയാണ്. യേശു എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഒരു സാധാരണ കാര്യം എടുത്ത് അത് വിശദീകരിക്കുകയാണ്. ഒരു ഗർഭിണിക്ക് പ്രസവവേദന എടുക്കുമ്പോൾ അവൾ വലിയ ദുഃഖത്തിലാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അവളുടെ വേദന മറക്കുകയും ഒരു മനുഷ്യക്കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രസവ വേദനയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും യെശയ്യാ 26:17 കർത്താവെ, ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി വേദനിച്ചു കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. സ്ത്രീയുടെ പ്രസവവേദന ഒറ്റയടിക്കല്ല സംഭവിക്കുക, അത് പല സ്പാസംസ്, പല വട്ടമായിട്ടാണ് വേദന കൂടി വരിക. അതിൻ്റെ പരമകാഷ്ഠ, വേദനയുടെ പരമകാഷ്ഠ സംഭവിക്കുന്നത് കുഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ആ സന്ദർഭമാണ്. അത് കഴിഞ്ഞാൽ തള്ളയെ സംബന്ധിച്ചിടത്തോളം റിലീഫ് ആൻഡ് ജോയ്. മദർ ഫോർഗെറ്റ്സ് ദ ആംഗ്വിഷ്. കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേൾക്കുമ്പോൾ, കുഞ്ഞിനെ കാണുമ്പോൾ, കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ അവൾ പഴയ സങ്കടം, വേദന എല്ലാം മറക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വ്യത്യാസം, ആദ്യത്തെ വേദന ഇല്ലാതാക്കിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു കാര്യം സംഭവിക്കുകയല്ല, ഈ വേദന ട്രാൻസ്ഫോം ചെയ്യുകയാണ്. റീപ്ലേസ്മെൻ്റ് അല്ല, ട്രാൻസ്ഫോർമേഷനാണ്. അതുകൊണ്ട് വേദന ഉണ്ടായേ പറ്റൂ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദുഃഖത്തിലൂടെ മാത്രമേ വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കൂ. യേശു ഈ ദുഃഖത്തിൻ്റെ മണിക്കൂർ, ഓറ എന്ന് ഗ്രീക്കിൽ പറയും, ഹോറ എന്ന് ലത്തീനിൽ പറയും, അവ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദ അവ എന്ന് യേശു പല പ്രാവശ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. 9 പ്രാവശ്യം ഓറ എന്നും 2 പ്രാവശ്യം കൈറോസ്, ദ അപ്പോയിൻറ്റഡ് ടൈം ബൈ ഗോഡ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മണിക്കൂർ ഇനിയും സമാഗതമായിട്ടില്ല എന്ന് യേശു തൻ്റെ അമ്മയോട് പറഞ്ഞ അവസരത്തിലും
ഇത് അവരുടെ മണിക്കൂറാണ് എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശത്രുക്കൾ പ്രബലമാകുന്ന സമയമായി എന്നും കർത്താവ് പറയുന്നുണ്ട്. അതിനാൽ ഈ മണിക്കൂർ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ദൈവശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതിനാൽ ഈ കർത്താവിൻ്റെ മണിക്കൂർ കടന്നു കഴിയുമ്പോൾ ലോകത്തിൽ വലിയ സന്തോഷമുണ്ടാകും, പ്രത്യേകിച്ച് ക്രിസ്തു ശിഷ്യരെ സംബന്ധിച്ച്. കർത്താവ് പറയുന്നു, ഈ ലോകത്തിന് തരാൻ കഴിയുന്ന സന്തോഷങ്ങളൊക്കെ നൈമിഷികമാണ്, ഫ്ലീറ്റിംഗ് ജോയ്സ്. അത് ഒറ്റ സെക്കൻഡിനുള്ളിൽ അല്ല ഏതാനും മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്ന സന്തോഷമാണ്. എന്നാൽ യേശു കൊണ്ടുവന്ന സന്തോഷം, ഞാൻ വന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും അത് പൂർത്തിയാക്കുവാനുമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ഈ നൈമിഷികമായ സുഖങ്ങളോ സന്തോഷങ്ങളോ അല്ല യേശു ഉദ്ദേശിച്ചത്. യേശു തൻ്റെ ആത്മാവിനെ നൽകുന്നത് വഴിയാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. യേശു ശമറായക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാവും. ഇവിടെ അരുവി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. ജലവും അരുവിയും രണ്ടും പരിശുദ്ധാത്മ പ്രതീകങ്ങളാണ്. അതിനാൽ യേശു പറയുന്നു, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരരുവി പൊട്ടിപ്പുറപ്പെടും. അത് നിരന്തരമായി ഈ അരുവിയിൽ നിന്ന്, ഉറവയിൽ നിന്ന് ജലം പ്രവഹിക്കുന്ന പോലെ അവൻ്റെ ഹൃദയത്തിൽ നിരന്തരമായി സന്തോഷമുണ്ടാകും എന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുക. അടുത്ത ഒരു പ്രമേയം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുക. എൻ്റെ നാമത്തിൽ ചോദിക്കുക. സ്വമേധയാ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എപ്പോഴും അവസാനിക്കുന്നത് കർത്താവായ യേശു മിശിഹായുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ടരുളണമേ. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അവസാനിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ കേട്ടരുളണം എന്നാണ് പറയുക. പക്ഷേ ഇത് ആവർത്തന വിരസതയുണ്ടാക്കുന്ന ഒരു പദമായതുകൊണ്ട് എന്തോ ഒരു മാജിക്കൽ പവർ ഈ നാമത്തിലുണ്ട് എന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. എന്താണ് നാമം? ബൈബിളിൽ നാമം എന്ന് പറയുന്നത് വ്യക്തി തന്നെയാണ്. ഒരു കുപ്പി വേറൊരു കുപ്പിയിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ലേബലൊട്ടിക്കും. നമ്മുടെ മരുന്ന് വെച്ചിരിക്കുന്ന അലമാരകളിൽ നോക്കുക, ഓരോ കുപ്പിക്കും ഒരു ലേബലുണ്ട്. ഒരുപോലെ ഇരിക്കുന്ന കുപ്പികൾ അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൽ ലേബലൊട്ടിക്കും. നമ്മുടെ പേരുകളെല്ലാം അതുപോലെ തന്നെ ഒരു ലേബൽ, ഒരു എറ്റിക്കറ്റാണ്. എന്നാൽ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ഇതുപോലെ ഒരാളെ വേറൊരാളിൽ നിന്ന് തിരിച്ചറിയുന്ന ഒരു സംഗതിയല്ല. കാരണം ദൈവം ഏകനാണ്, ദൈവത്തിന് സമനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ എന്താണ് ദ നെയിം ഓഫ് ഗോഡ്? നമ്മെ സംബന്ധിച്ച് ഒന്ന്, അത് ദൈവത്തിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. അതുപോലെ മറ്റർത്ഥങ്ങളുമുണ്ട്. 1 തീമോത്തി 2:5 ഇങ്ങനെ നാം വായിക്കുന്നു, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അത് മീഡിയേറ്റർഷിപ്പ്, മാധ്യസ്ഥം കാണിക്കുന്ന സംഗതിയാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ട് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ എന്നാണ്. അതുപോലെ അപ്പസ്തോല പ്രവൃത്തി 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഇവിടെ നാമം എന്ന് പറയുന്നത് രക്ഷയുടെ അടയാളമാണ്. അതുകൊണ്ട് രക്ഷകനായ ക്രിസ്തുവിൽ ഞങ്ങൾ ആശ്രയിക്കും. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി
ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവായ യേശു മിശിഹായുടെ വ്യക്തിത്വത്തിൻ്റെ മുകളിൽ വേറെ ആരുമില്ലാത്തത് കാരണം ആ നാമത്തിൽ, അവൻ്റെ ആ രക്ഷകൻ എന്നുള്ള പദവിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പത്രോസും യോഹന്നാനും 3-ാം മണിക്കൂറിൽ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അങ്കണത്തിൽ വെച്ച് ഒരു മുടന്തനായ മനുഷ്യനെ കണ്ടു. അപ്പസ്തോലന്മാരുടെ നേരെ അവൻ കൈ നീട്ടി. അപ്പോൾ അപ്പസ്തോലന്മാർ പറയുന്നു, സഹോദര, നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഇല്ല. എന്നാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റു, തുള്ളിച്ചാടി അവരോടൊപ്പം ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഇവിടെ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ശക്തി അവനിലേക്ക് പ്രവഹിക്കുകയും ആ ശക്തി കൊണ്ട് അവൻ്റെ തളർന്ന കാലുകൾ ബലം പ്രാപിച്ചതുകൊണ്ടാണല്ലോ അവന് തുള്ളിച്ചാടാനായിട്ട് സാധിച്ചത്. അവിടെ നാമം എന്ന് പറഞ്ഞ പവർ, ശക്തിയാണ്. 13 അധ്യായങ്ങളുള്ള എബ്രായ ലേഖനത്തിൽ 15 പ്രാവശ്യം യേശുവിനെ കുറിച്ച് പ്രധാന ഹൈ പ്രീസ്റ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. മർക്കോസ് 16:19. വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് യേശു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മാധ്യസ്ഥം, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഉള്ള ദൈവത്തിൻ്റെ മധ്യസ്ഥാനമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആധുനിക സഭയിൽ യേശുനാമ പ്രാർത്ഥന, യേശുനാമ ജപം സർവ്വസാധാരണയായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. അങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഈ യേശുനാമ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. ശ്രീയേശുനാമം അതിശയനാമം, ഇത് പരമ്പരാഗതമായ ഒരു കൺവെൻഷൻ ഗീതമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭക്തിഗാനമാണത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ആഴ്ചയാണിത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? നമ്മുടെ കർത്താവായ യേശു മിശിഹ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ ആ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നവൻ്റെ നേരെ വേണം നോക്കാൻ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളും നമ്മുടെ ശ്രദ്ധയും ഉന്നതത്തിൽ ആയിരിക്കണം. ഉന്നതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം നമ്മുടെ നോട്ടം എന്ന് പൗലോസ്ലീഹ ഓർപ്പിച്ചത് ഇപ്പോൾ നമുക്കും ഓർക്കാം. ഈ സ്വർഗാരോഹണത്തിൻ്റെ പെന്തിക്കോസ്തിയുടെ ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ തീവ്രമായ ആത്മീയ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയമാണ്. നമ്മളെ സംബന്ധിച്ച്, മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച്, നമ്മുടെ പ്രിയ പിതാവായ ജേക്കബ് മാർ ബാർണബാസ് പിതാവ് കോവിഡ് ബാധിതനായി ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ കഴിയുകയാണ്. പിതാവിന് വേണ്ടി സഭ ഒരുമിച്ച് തീവ്രമായി പ്രാർത്ഥിക്കുന്ന ഒരു കാലമാണ്. പിതാവിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഭയിലും സമൂഹത്തിലും വളരെ തീവ്ര വ്യാപനം കോവിഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മളോട് കരുണ ചെയ്യാതെ
മാനുഷികമായി സർവ്വകാര്യങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യൻ്റെ പ്ലാനുകളും പദ്ധതികളും കഴിവുകളും ഒക്കെ ഈ ചെറിയ അണുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇത് ദൈവം അറിയാതെ ഒന്നും സംഭവിച്ച കാര്യമല്ല, ദൈവത്തിൻ്റെ അറിവോടുകൂടി തന്നെ സംഭവിച്ചതാണ്. അതിനാൽ നമ്മുടെ ദൃഷ്ടികൾ എവിടെ ഉറച്ചിരിക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് സൂചിപ്പിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ഉപവിഷ്ടനായിരിക്കുന്ന, മഹത്വത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ നട്ട്, ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, നിൻ്റെ ശക്തി ആകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.